ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഉടമ അറിയാതെ ബാങ്കിൽ പണയം വെച്ച സ്വർണം വീണ്ടും പണയം വെച്ച് കൂടുതൽ തുക വായ്പയെടുത്തു. മുൻ ബാങ്ക് മാനേജർ ഉൾപ്പെടെ 2 പേർക്കെതിരെ കേസ്. 1-ാം പ്രതിയായ മുൻ ബാങ്ക് മാനേജറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം താനൂരിൽ. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരൂർ ചെമ്പ്ര സ്വദേശി മുഹമ്മദ് യാസിർ നൽകിയ പരാതിയിലാണ്. 2023 വ്യാപാര ആവശ്യത്തിനായി താനൂർ കാത്തലിക് സിറിയൻ ബാങ്കിൽ സ്വർണം പണയം വെച്ച് വിവിധ ഘട്ടങ്ങളിലായി 17 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നുവെന്നാണ് മുഹമ്മദ് യാസിർ പറയുന്നത്. ഞാൻ ഒരു ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു CSB ബാങ്കിൽ നിന്ന്. പക്ഷേ 2 തവണ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 14,80,000 പിന്നെ ഒരു 17,10,000 രൂപക്കും. അത് രണ്ടും കൂടി എന്താ പറയാ, അതിൽ നിന്ന് കുറച്ച് സാധനം ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയി നോക്കിയപ്പോൾ ഈ ഗോൾഡ് എല്ലാം കൂടി മിസ്സിംഗ് ആണെന്നുള്ള ഒരു ന്യൂസ് എനിക്ക് കിട്ടി. അങ്ങനെ ബാങ്ക് മാനേജർ അടുത്ത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ് അത് ആദ്യം ഓവർ ഡ്രാഫ്റ്റ് വെച്ചാണെന്ന് പറഞ്ഞു. പിന്നെ സംഭവം അതൊന്നുമല്ല, ഓവർ ഡ്രാഫ്റ്റ് വെച്ചോ കാര്യങ്ങളൊന്നുമല്ല. വേറൊരാളുടെ പേരിൽ ആ ഗോൾഡ് മാറ്റി പണയം വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ. 2 വർഷത്തിന് ശേഷം വായ്പ തിരിച്ചടച്ച് സ്വർണം തിരികെ വാങ്ങാൻ എത്തിയപ്പോഴാണ് സ്വർണത്തിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന് അറിയുന്നത്. എന്നാൽ സ്വർണം കാണാനില്ലെന്നും ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുമെന്നും മുൻ മാനേജർ അർജുൻ അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 2024 ജൂലൈയിൽ യാസിർ അറിയാതെ പിലാക്കളത്തിൽ ഷുഹൈബ് എന്നയാളുടെ ഭാര്യയുടെയും മകളുടെയും പേരിലാണ് ഇതേ സ്വർണം കൂടിയ തുകയ്ക്ക് വായ്പ എടുത്തതായി കണ്ടെത്തിയതെന്ന് പരാതിക്കാരന്റെ ആരോപണം. മുഹമ്മദ് യാസിന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബാങ്ക് മാനേജർ അർജുന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കണ്ടെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻ ബാങ്ക് മാനേജർ അർജുനെയും താനൂർ സ്വദേശി ഷുഹൈബിനെയും പ്രതി ചേർത്ത് താനൂർ പോലീസ് കേസെടുത്തു. പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഉൾപ്പെടെ എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും സമാന രീതിയിൽ മറ്റാർക്കെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.